ഹായ്, ഇസ് മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. തളപതി വിജയുടെ അവസാന ചിത്രം ജനനായകൻ്റെ ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൺ ലാസ്റ്റ് ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഞാൻ കാണുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഏകദേശം 50,000 വ്യൂസിനടുത്തു, 2000 കമൻസിനടുത്തും തന്നെ വന്നിരുന്നു ആ ട്രെയിലറിന്. ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ, ലാസ്റ്റ് ട്രെയിലർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റീച്ച് കയറാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ ട്രെയിലറിലേക്ക് വരുമ്പോൾ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ അടിയുടെ വെടിയുടെ ഇടിയുടെ പൂരം എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. ആകെ അടിവെടി ഇടി പൂരമാണ് ട്രെയിലറിലുടനീളം കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ, പൊളിറ്റിക്കൽ ജേണിയെക്കുറിച്ചുള്ള ഡയലോഗ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ട്രെയിലറിൽ കാണുവാൻ സാധിച്ചു. വിജയെ കൂടാതെ മമിത ബൈജു, അതോടൊപ്പം ബോബി ഡിയോൾ, അങ്ങനെ നിരവധി, പ്രകാശ് രാജ്, അങ്ങനെ നിരവധി കാസ്റ്റിംഗ് കാണുവാനായിട്ട് സാധിച്ചു. പൂജ, അങ്ങനെ നിരവധി കാസ്റ്റിംഗ് നമുക്ക് കാണുവാനായിട്ട്, പൂജ ഹെഡ്ജൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. അതിൽ ട്രെയിലറിലേക്ക് വരുമ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ ആദ്യം തന്നെ ഷോക്കായി. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലയുടെ റീമേക്ക് ആണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ 100% ഉറപ്പായി ഇത് ആ പടത്തിൻ്റെ ഭഗവന്ത് കേസരിയുടെ റീമേക്കാണെന്ന് ഉറപ്പായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഫൈറ്റ് സീനൊക്കെ ഒരു തെലുങ്ക് ടച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് പടം എന്ന് പറയുന്നത് ഒരു നല്ല സ്ക്രിപ്റ്റും അല്ലെങ്കിൽ പുതിയൊരു ഫ്രഷ് ആയിട്ടൊരു കഥയൊക്കെ എടുക്കാമായിരുന്നു. നല്ലൊരു ഡയറക്ടറിനെ വെച്ച്. എച്ച് വിനോദ് എന്ന് പറയുമ്പോൾ നമുക്ക് എച്ച് വിനോദാണ് അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ പടങ്ങളൊക്കെ നല്ലതായിരുന്നു. അതായത് ധീരൻ അധികാരം ഒൻറും ചതുരംഗവേട്ടയും അതൊക്കെ നല്ല സിനിമകളായിരുന്നു. അതിനുശേഷം നേർക്കൊണ്ട പാർവയും നല്ലതായിരുന്നു, റീമേക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ എടുത്തിരുന്നു. അതിനുശേഷം വന്ന വലിമയായിക്കോട്ടെ തുനിമയായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്ഷനൊക്കെ അത്ര പോരാ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാർസിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല എന്നത് തെളിയിച്ചതാണ് വലിമയിലൂടെയൊക്കെ. അപ്പോൾ അജിത്തിനെ വെച്ച് അങ്ങനെ ചെയ്തു. ഇപ്പോൾ വിജയിലേക്ക് വരുമ്പോഴും ജനനായകൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു മസാല സിനിമ അല്ലെങ്കിൽ തെലുങ്ക് സിനിമ പോലെയാണ് തോന്നിയത്. തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആണെങ്കിലും തമിഴിൽ ചേരുന്ന രീതിയിൽ എടുക്കണമായിരുന്നു. ടോട്ടലി തെലുങ്ക് സിനിമ പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. തെലുങ്ക് സിനിമയുടെ ട്രെയിലർ കാണുന്നതോടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തത്. ഏതായാലും ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഒട്ടേറെ നല്ല മൂവ്മെൻറ്റുകൾ സമ്മാനിച്ച ഒരു എൻ്റർടൈനർ വിട വാങ്ങുകയാണ്, അല്ലെങ്കിൽ എൻ്റർടൈനർ സിനിമാ ലോകത്തോട് വിട പറയുമ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു കഥയും നല്ലൊരു ഫ്രഷ് സ്ക്രിപ്റ്റും നല്ലൊരു ഡയറക്ടറെയൊക്കെ തിരഞ്ഞെടുക്കാമായിരുന്നു. ഏതായാലും ട്രെയിലർ കണ്ടിട്ട് അത്ര ഒരു നിരാശയാണെന്ന് പറയാം. കാരണം റീമേക്ക് ആയതുകൊണ്ട് തന്നെ, അതും ബാലയുടെ റീമേക്കൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രോൾ മെറ്റീരിയൽ ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ട് മഹേഷ് ബാബുവിൻ്റെ ഒക്കെ ഇതൊക്കെ എടുക്കുമായിരുന്നു, പോക്കിരിയും ഗില്ലിയൊക്കെ. അതൊക്കെ നല്ല സംഭവങ്ങളായിട്ട് തമിഴിൽ നല്ല രീതിയിൽ റീമേക്കിനെ വെല്ലുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ വളരെ നിരാശയായിപ്പോയി. ഏതായാലും ജനുവരി 9 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ചിത്രത്തിന് ഹൈപ്പ് വളരെ കുറവായിരുന്നു. കാരണം ആദ്യം തൊട്ട് തന്നെ ഇത് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും തോന്നി ചിത്രത്തിന് ഹൈപ്പ് കുറവ്. ഈ ചിത്രത്തിന് ആകെയുള്ളൊരു ഹൈപ്പ് എന്ന് പറയുന്നത് വൺ ലാസ്റ്റ് മൂവി എന്നുള്ളൊരു ആ ഒരു ടാഗ് ലൈനാണ് ആകെയുള്ളൊരു ഹൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ജനുവരി 9 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ജനുവരി 10 പരാശക്തി വരുന്നുണ്ട്. അതിനുശേഷം മങ്കാത്ത റിലീസ് വരുന്നുണ്ട്. ഏതായാലും പൊങ്കൽ നല്ല രീതിയിൽ തമിഴ്നാട്ടിൽ ചൂട് പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മൂവിയുടെ ലാസ്റ്റ് ട്രെയിലർ എന്ന് പറയുന്നത് ആകെ എന്താ പറയുക, ഡിസപ്പോയിൻറ്റഡ് ആയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.